രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ടെ. ഇന്നേ ഞാൻ കുട്ടികളെ സ്കൂൾ ബസ് വരുന്നിടത്തേക്ക് കയറ്റി വിടാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ റോഡിൻ്റെ അപ്പുറത്തൊരു പറമ്പിൽ നിറയെ കാപ്പി പൂത്ത് കിടക്കുന്നു കേട്ടോ. കാപ്പി പൂക്കുന്ന കാലമാകുമ്പോൾ നമ്മുടെ വയനാടിൻ്റെ മുഖച്ഛായ തന്നെ മാറും. നല്ല സുഗന്ധവും നല്ല ഭംഗിയും, അതായത് കണ്ണിനും മൂക്കിനും വളരെ സൗന്ദര്യവും സുഖവും തരുന്ന ഒരു കാഴ്ചയാണ്. നല്ല ഭംഗിയാണ് ശരിക്കും. ഞാനൊക്കെ ചെറിയ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ രചന അല്ലെങ്കിൽ പ്രബന്ധം എന്ന് പറഞ്ഞിട്ടൊരു വിഷയം ഉണ്ടാകുമായിരുന്നു. അതിൽ നമുക്ക് ഉപന്യാസങ്ങളൊക്കെ എഴുതാൻ തരും. അപ്പോൾ വയനാടിനെ പറ്റിയൊക്കെ എഴുതാൻ പറയുമ്പോൾ ഞാനൊന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, കാപ്പി പൂക്കുന്ന കാലത്ത് വയനാട് ഒരു കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങിയിരിക്കുന്നു, മുല്ലപ്പൂ ചൂടിയ ഒരു നവോഢയെ പോലെ ഒരുങ്ങിയിരിക്കുന്നു ഞാൻ എഴുതിയിട്ട് ടീച്ചർ അത് കുറേ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു വേർഡ് എന്ന്. പക്ഷെ അതൊന്നും പിന്നീട് ഉണ്ടായില്ല, ആ കഴിവൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാട്ടോ, നല്ല ഭംഗി. അത് കണ്ടില്ലേ, മുല്ലപ്പൂ കോർത്ത് വെച്ച പോലെ ദൂരത്തുനിന്നും അടുത്തുനിന്നും ഒക്കെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും നന്നായിട്ടുണ്ട് തോന്നുന്നുണ്ട് വീഡിയോ. ഇതൊരു ചെറിയ തോട്ടാണ്. ശരിക്കും എസ്റ്റേറ്റുകളുടെയൊക്കെ അടുത്ത് കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, കുറേ പൂക്കൾ ഉണ്ടാവുമല്ലോ. എന്തായാലും ഞാൻ ഇന്ന് ഇത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചെറിയ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അമ്പാടി കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടി വന്നിട്ടുണ്ടല്ലോ, അമ്പാടി ഇതാ കൈകൊണ്ട് പൂക്കളെ എടുത്ത് പൊന്തിച്ചൊക്കെ കാണിക്കുന്നുണ്ട്, നന്നായിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പാച്ചു പറഞ്ഞു, അച്ഛമ്മേ എൻ്റെ ഫോട്ടോ എടുക്ക് കാപ്പിപ്പൂവിൻ്റെ കൂടെ നിർത്തിയിട്ടെന്ന്. ഞാൻ അവനെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴേക്കും അമ്പാടി വന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചു. പിന്നെ മാറ്റി ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും സ്കൂൾ ബസ് വരികയും ചെയ്തു. വരുന്ന ഒച്ച ദൂരത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുക കേട്ടോ.